അങ്ങനെ മജീദ് മൊല്ലാക്ക കുറെ തുപ്പി. വടകര മുനിസിപ്പാലിറ്റി 44ഓളം വാർഡുകളിലും മജീദ് മൊല്ലാക്ക തുപ്പിട്ടും യാതൊരു കാര്യം നടന്നില്ല എന്നാണ് കേട്ടു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മജീദ് ഉസ്താദ് വടകര. ഞാൻ വടകര മുനിസിപ്പാലിറ്റി 15ാം വാർഡിൽ മത്സരിക്കുന്ന പതേരി ബിന്ദു വീട് സമ്പർക്കത്തിലേക്ക് പോയതാണ്. എല്ലാവരുടെയും അഭിപ്രായം ബിന്ദു ജയിക്കുമെന്നുള്ളതാണ്. വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് ബിന്ദുവിന് ഈ നാട്ടുകാരെല്ലാം വാർഡിലെ 15ാം വാർഡിൽ എല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം. പ്രധാനമന്ത്രിയുടെ വികസനം ഈ 15ാം വാർഡിൽ വരണം. എന്താന്ന് പറഞ്ഞാൽ എന്റെ ചെറുപ്പകാലത്തുള്ള സ്ഥലമാണിപ്പോൾ ഇവിടെ കാണുന്നത്. ഒരു വികസനം ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് വികസനം വരണം. അത് ബിന്ദുവിന് തന്നെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ വരുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മജീദ് ഉസ്താദ് വടകര പ്രചാരണത്തിലായിരുന്നു ഇതുവരെ. ഏതായാലും പ്രചാരണമൊക്കെ അവസാനിച്ചു. റിസൾട്ട് ഇന്നലെ വന്നു. അപ്പോൾ മജീദ് ഉസ്താദിന്റെ സ്ഥലത്ത് പൂർണ്ണമായിട്ടും BJP പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഒരു വോട്ട് പോലും അവിടെ കൂടിക്കല്ല കുറഞ്ഞിക്കുകയാണ്. ഏതായാലും ഫാസിസത്തിനും വേണ്ടി മജീദ് ഉസ്താദ് കെണിഞ്ഞ് പ്രവർത്തിച്ചെങ്കിലും ജനങ്ങളത് ചെവികൊണ്ടില്ല എന്നർത്ഥം. അപ്പോൾ എനിക്ക് പ്രിയ BJP സുഹൃത്തുക്കളോട് പറയാനുള്ളത്, മജീദ് ഉസ്താദല്ല, പിന്നെ സിയാബ് തങ്ങളല്ല, AP ഉസ്താദ് തന്നെ പറഞ്ഞാലും BJPക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ ആളുകൾ വോട്ട് ചെയ്യൂല. മുസ്ലിങ്ങളായ ആളുകൾ ആരും വോട്ട് ചെയ്യൂല. കാരണം എന്താ അറിയോ? അതിന് കാരണം നിങ്ങളെ ഫാസിസം തന്നെയാണ്. അത് ഫാസിസാണ് എന്നുള്ളതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അറിവ് മുസ്ലിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് കേരളത്തിലുള്ള മുസ്ലിങ്ങൾ ഒരിക്കലും വോട്ട് ചെയ്യില്ല. അത് ഉത്തരേന്ത്യയിലൊക്കെ അത് ചെയ്യും. കാരണം എനിക്കാണെങ്കിൽ അവർക്ക് അത്ര ബുദ്ധിയുള്ളൂ. അവർക്ക് മതത്തിനോടോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനോടോ ഒന്നും അവർക്കൊരു കാഴ്ചപ്പാടില്ല എന്നുള്ളതാണ്. പക്ഷേ അതൊക്കെ തമിഴ്നാട്ടിലാണെങ്കിലും ഇവിടെ കേരളത്തിലാണെങ്കിലൊക്കെ അത് വളരെ കൃത്യമായിട്ടുണ്ട്. ഏതായാലും റിസൾട്ട് വന്നു. കോൺഗ്രസ് വൻ വിജയമാണ് വിജയിച്ചത്. അതിൽ കോൺഗ്രസിനെ നമുക്ക് അഭിനന്ദിക്കാം. പക്ഷേ വേറെ ഒരു കാര്യം കൂടെ ഉണ്ട്. വേറെ കാര്യം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ പ്രാവശ്യത്തെ ഇലക്ഷനിലൂടെ പൂർണ്ണമായിട്ടും നമുക്ക് വ്യക്തമായ കാര്യം കോൺഗ്രസും BJPയും ബായ് ആണ് എന്നുള്ളതാണ്. എവിടൊക്കെ BJPക്ക് ഒരല്പം മുൻതൂക്കം വന്നിട്ടുണ്ടോ അവിടെ എല്ലാം കോൺഗ്രസ് പാടെ പരാജയപ്പെട്ട സ്റ്റേജിയാണ്. ആകെ 941 പഞ്ചായത്തുകളിൽ 25 പഞ്ചായത്തുകൾ മാത്രമാണ് BJPക്ക് കിട്ടിയത്. 300 ചില്ലാനം പഞ്ചായത്തുകൾ LDFനും 500 സംതിങ് പഞ്ചായത്തുകൾ UDFന്റെ കയ്യിലാണ്. വെറും 25 പഞ്ചായത്തുകൾ മാത്രമാണ് BJPക്ക് കിട്ടിയത്. അവർക്ക് യാതൊരു മെച്ചവും നേട്ടവും ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നർത്ഥം. കഴിഞ്ഞ പ്രാവശ്യം 19 പഞ്ചായത്തുകളായിരുന്നു. 6 പഞ്ചായത്തുകൾ ഏറെ കിട്ടിയിട്ടുണ്ട്. ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏതായാലും മാക്സിമം പോയാലൊരു 15ൽ നിന്ന് ഒരു 18% ഞാൻ പാടെ പരാജയപ്പെടുന്ന ഇത്. പക്ഷെ ഒരു അല്പം ഒരു മുൻതൂക്കം അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പക്ഷെ എന്നാലോ വോട്ടിംഗ് ഷെയറിൽ അത്ര മാത്രമൊന്നുമില്ല. ഒരു തിരുവനന്തപുരത്ത് മാത്രം 15 സീറ്റിന്റെ ലീഡാണുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം 35 ആണെങ്കിൽ ഇപ്രാവശ്യം 50 കോർപ്പറേഷനിൽ. അത് തന്നെ ഒരു സീറ്റും കൂടി ഉണ്ടെങ്കിലേ അവർക്ക് സുഖമായി ഭരിക്കാൻ സാധിക്കുള്ളൂ എന്നർത്ഥം. അപ്പോൾ എന്തായാലും ഈ ഫാസിസത്തിനെ തൂത്തെറിഞ്ഞ നല്ലവരായ ഹിന്ദു സഹോദരന്മാർക്ക് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. കാരണം ഫാസിസം ഒന്നിനും നല്ലതല്ല എന്നർത്ഥം. അതുകൊണ്ട് ഹൃദയപൂർവ്വം ഹിന്ദു സഹോദരന്മാർക്കാണ് ഞാൻ നന്ദി അറിയിക്കുന്നത്. കാരണം ഫാസിസം കൊണ്ട് ഒരു നേട്ടവുമില്ല, കോട്ടം മാത്രമേ ഉള്ളൂ എന്നർത്ഥം. ഏതായാലും ഇനി അടുത്തത് നമുക്ക് എന്താ പറയുക, നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാം. അതുവരെ കട്ട വെയിറ്റിംഗാണ്. അപ്പോൾ ഒന്നും കൂടെ പറയാണ്, നമ്മളെ മജീദ് ഉസ്താദ് പ്രചരണം നടത്തിയ വടകരയിൽ പൂർണ്ണമായും BJP മെമ്പർമാർ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടു എന്നർത്ഥം. ഓക്കെ.
എല്ലാവർക്കും നല്ല നമസ്കാരം.